ഹായ് ഫ്രണ്ട്സ്, പഴുത്ത മാങ്ങ വെറുതെ കട്ട് ചെയ്ത് കഴിക്കാതെ ഇതുപോലെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഇതുപോലെ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും കഴിക്കാനായിട്ട് തോന്നും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതെങ്കിലും ഇനത്തിൽപ്പെട്ട മാങ്ങ മതിയെ കട്ട് ചെയ്യുക. നിങ്ങളെങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ കട്ട് ചെയ്ത് ആദ്യമേ മാറ്റി വയ്ക്കണം. ഇനി 3-4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഗ്യാസിൻ്റെ ചെറിയ തീയിൽ ഒന്ന് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കരിഞ്ഞു പോകരുത്. ചൂടത്ത് കാണിക്കുമ്പോൾ അതൊന്ന് വീർത്ത് വരും. അപ്പോഴെടുത്ത് മാറ്റി വയ്ക്കണം. വിറകടുപ്പുണ്ടെങ്കിൽ അതിലും കരിയാതെ ചുട്ടെടുത്താൽ മതിയേ. അതൊന്ന് ആറിയിട്ടുണ്ട്. ആറിയതിന് ശേഷം വേണം ഇടിക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്നത് പൊടിഞ്ഞു കിട്ടും. അതിൻ്റെ കുരുവൊക്കെ ഒരുപാടുണ്ട്, അതൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി ഉപ്പൂടെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഇടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറുള്ളിയാണ് ചേർക്കുന്നത്. ഒരു 8-10 ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒരു പ്രാവശ്യം ഇത് ഈ ഒരളവിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഉള്ളിയുടെയും മുളകിൻ്റെയും ഒക്കെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാ ഉള്ളിയും നല്ലതായിട്ടൊന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. മുളക് ഉള്ളി ഒന്നിച്ചിട്ടിടിക്കരുത്. മുളക് ഒട്ടും പൊടിഞ്ഞു വരത്തില്ല. ഓരോന്നായിട്ട് ചെയ്യണേ. ഇനി ഇതിൽ ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ്. 1.5 ഇല്ല 2 സ്പൂണോളം ചേർക്കണം. വേറെ ഓയിലൊന്നും ചേർക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർക്കണം. വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ സാധാരണ മുളകൊക്കെ ഇട്ട് കഴിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇങ്ങനൊന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകും. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കൈ വിരൽ വെച്ചൊന്ന് ഞെരടിയെടുത്താലും മതി. ഇനി ഇതിൽ മാങ്ങ ചേർത്തിളക്കുക. ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ആ മാങ്ങയുടെ സൈഡൊക്കെ അടർന്ന് ഇങ്ങനെ ഉള്ളിയിലും മുളകിലും ഒക്കെ ആ മധുരവും ഉപ്പും എല്ലാം പിടിച്ചിരിക്കും. ഇതിലിപ്പോൾ ഉപ്പും മധുരവും എരിവും എല്ലാം ഒരേ അളവിലിരിക്കണം. അതേപോലെ തന്നെ ഉള്ളി ഇടിച്ച ഉടനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കണം. ഇല്ലെങ്കിൽ ഉള്ളിക്കൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ആദ്യമേ തന്നെ മാങ്ങ അരിഞ്ഞ് വെക്കുക, പിന്നീട് ഉള്ളിയോടെ ചേർത്ത് അപ്പോൾ തന്നെ ഇളക്കിയെടുക്കണം. ആ ഉള്ളിയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. മധുരവും എരിവും ഉപ്പും എല്ലാം ചേർന്ന് നല്ലൊരു ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കാരണം ആ എരിവൊക്കെ ഇങ്ങനെ കാന്താരി നിൽക്കുന്ന പോലെ ഒന്നും നാക്കേ നിൽക്കത്തില്ല. ആ കഴിക്കുമ്പോൾ ഉള്ള നല്ലൊരു സ്വീറ്റായിട്ടുള്ള എരിവ് മാത്രമേ ഉള്ളൂ. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കിയിടാനും മറന്നു പോകല്ലേ. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.